ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ചോറൊക്കെ എത്ര വേണേലും കഴിക്കാം. ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ട് ഇന്ന് കാണിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പച്ചമാങ്ങ വേണം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ചക്കക്കുരുവാണ് എടുത്ത്. ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ഇതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ടാവും. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ആ ഒരു മാങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 3/4 ഭാഗം ഞാൻ എടുത്തിട്ടുള്ളത്. പുളിക്കനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി 2-3 അല്ലി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനൊരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചില ചക്കക്കുരു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. ഇത് ഞാനൊരു 4 വിസിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അതുപോലെ ചക്കക്കുരു കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വയ്ക്കുക. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം 2 വറ്റൽമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ കറിയിലേക്ക് അങ്ങ് ഒഴിക്കാം. വേറെ ഒരു പണിയില്ല. സിമ്പിളാണ്, തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഈ ഒരു കറി മാത്രം മതിയിട്ട് ചോറ് കഴിക്കാനായിട്ട്. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങ അരച്ചൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷേ തേങ്ങ അരക്കാതെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്